പ്ലാന്റാർ ഫേഷ്യേറ്റിസ് അഥവാ കാലിൻ്റെ ഹീലിൻ്റെ അടുത്ത് അല്ലെങ്കിൽ കാലിൻ്റെ അടിഭാഗത്തുള്ള വേദന. അത് മിക്ക വുമൺസും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. വുമൺസിന് മാത്രമല്ല, അത്ലറ്റിക്സ്, അതുപോലെ തന്നെ ലോങ് സ്റ്റാൻഡിങ് അഥവാ കുറേ നേരം നിന്ന് വർക്ക് ചെയ്യുന്നവർക്ക്, കുറേ നടക്കുന്നവർക്ക്, അവരിലൊക്കെ നമുക്കിത് കണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ പെയിൻ ഏറ്റവും പീക്ക് ലെവൽ എപ്പോഴാണെന്ന് വെച്ചാൽ മോർണിംഗ് ആണ്. അതായത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫസ്റ്റ് കാലം നിലത്തെടുത്ത് വെക്കുമ്പോഴാണ് പെയിൻ വല്ലാതെ കൂടുന്നത്. എങ്ങനെ ഇത് വരുന്നു? ഇത് നമുക്ക് വീട്ടിൽ നിന്നും മാനേജ് ചെയ്യാൻ പറ്റുമോ? പറ്റും. മെഡിസിൻസ് ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ നിന്നും ഈ പെയിൻ മാനേജ് ചെയ്യാൻ പറ്റും. ഹലോ എവരിവൺ, ഐ എം ഷഹാന, പ്രൊഫഷണൽ ഫിസിയോതെറാപ്പിസ്റ്റ്. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് അഥവാ കാലിൻ്റെ ഹീലിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ അടിഭാഗത്തുള്ള വേദന. നമ്മുടെ ഫൂട്ടിൻ്റെ അടിഭാഗത്ത് പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്ന ഒരു ബാൻഡ് ലൈക്ക് സ്ട്രക്ചറുണ്ട്. നമ്മൾ ലോങ് സ്റ്റാൻഡിങ് അല്ലെങ്കിൽ ലോങ് വാക്ക് ചെയ്യുമ്പോൾ ആ ഫേഷ്യ കൂടുതൽ ടൈറ്റ് ആവുകയും ടിയർ സംഭവിക്കുകയും ചെയ്തിട്ട് അവിടെ ഇൻഫ്ലമേഷൻ വരുന്നു. അത് പിന്നീട് പെയിനായിട്ട് മാറുന്നു. എന്നാൽ എല്ലാ ഹീൽ പെയിനും പ്ലാന്റാർ ഫേഷ്യേറ്റിസ് ആണോ? അല്ല. നമുക്ക് വേറെ റീസൺസ് കൊണ്ടും ഈ ഹീൽ പെയിൻ വരാം. അതായത് കാൽക്കേനിയൽ സ്പർ, അവിടെയുള്ള ബോണിൻ്റെ ഗ്രോത്ത് കൊണ്ട് വരാം. അതുപോലെ തന്നെ യൂറിക് ആസിഡിൻ്റെ വേരിയേഷൻ കൊണ്ട്, അങ്ങനെ പല റീസൺസും കൊണ്ട് വരാം. ഇത് എങ്ങനെയാണ് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തത്, ഈ പെയിൻ മോർണിംഗിലായിരിക്കും പീക്ക് ലെവൽ. പ്ലാന്റാർ ഫേഷ്യേറ്റിസിന് നമ്മൾ ഫസ്റ്റ് രാവിലെ എഴുന്നേറ്റ് ബെഡിൽ നിന്ന് കാല് നിലത്ത് വെക്കുമ്പോൾ ഫസ്റ്റ് സ്ട്രെച്ചിലായിരിക്കും കൂടുതൽ പെയിൻ. അതുപോലെ ഇതിന് ഹിസ്റ്ററി ഉണ്ടാകും. അതായത് ലോങ് സ്റ്റാൻഡ് ചെയ്തത്, അല്ലെങ്കിൽ കുറേ നേരം നിന്ന് പണിയെടുത്തത്, കുറേ നടന്നത്, കുറേ ഓടിയത്, അങ്ങനെ എന്തെങ്കിലും ഹിസ്റ്ററി ഇതിൻ്റെ പിന്നിലുണ്ട്. അതേപോലെ നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ആയിരിക്കും പെയിന് കൂടുതലായിട്ട് വരിക. ഇതിൻ്റെ മറ്റൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഫ്ലാറ്റ് ഫുട്ട്, അതായത് ആർച്ച് കുറവുള്ള ഫുട്ടുള്ള ആളുകൾക്ക് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നു. കാരണം ഈ ആർച്ചസാണ് നമ്മുടെ ഈക്വൽ വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ സഹായിക്കുന്നത്. ഈ ആർച്ചസ് കുറവാകുമ്പോൾ ഫേഷ്യ കൂടുതൽ ടൈറ്റ് ആവുകയും ഇത് ടിയറും ഇൻഫ്ലമേഷനും ആയിട്ട് വേഗം പെയിൻ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് മോർണിംഗിൽ പെയിൻ വരുന്നത്? അതായത് നമ്മൾ ഓവർനൈറ്റ് മൊത്തം റെസ്റ്റിലാണ്. ആ സമയത്ത് പ്ലാന്റാർ ഫേഷ്യ കംപ്രസ്സായി നല്ല ടൈറ്റായിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ ആ പ്ലാന്റാർ ഫേഷ്യക്ക് സ്ട്രെച്ച് സംഭവിക്കും. അപ്പോൾ നമുക്ക് പെയിൻ അനുഭവപ്പെടുകയും ചെയ്യുകയാണ്. ഇതിന് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും? വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് മാനേജ് ചെയ്യാം. ആദ്യം നമുക്ക് അവിടെയുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കണം. അതായത് നമ്മുടെ ഓവർ സ്ട്രെച്ച് കാരണം അവിടെ ഇൻഫ്ലമേഷനും പെയിനും ആയിട്ടുണ്ടാകും. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ഐസിങ് മെത്തേഡ്, അതായത് ഐസ് യൂസ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഐസ് അപ്ലൈ ചെയ്തിട്ട് കുറയ്ക്കാൻ പറ്റും. പിന്നെ കോൺട്രാസ്റ്റ് ബാത്ത് അഥവാ ചൂടുവെള്ളത്തിലും തണുത്ത വെള്ളത്തിലും കാലെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മെത്തേഡിൽ നമുക്ക് അവിടെയുള്ള സർക്കുലേഷൻ കൂട്ടാനും അവിടെയുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും സഹായിക്കും. അടുത്തത് സ്ട്രെച്ചിങ് ആണ്. അഥവാ നമ്മൾ ടൈറ്റായി പോയിട്ടുള്ള ആ ഫേഷ്യയും അതുപോലെ തന്നെ അഡ്ജസൻറ്റ് മസിൽസിൻ്റെയും സ്ട്രെച്ചിങ് ആണ്. അത് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ആദ്യം പ്ലാന്റാർ ഫേഷ്യൻ്റെ സ്ട്രെച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഫോട്ടോയിൽ കാണുന്നത് പോലെ കാല് മേലെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ പ്ലാന്റാർ ഫേഷ്യൻ്റെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. അതേപോലെ വീട്ടിൽ നിന്ന് തന്നെ ഒരു റോളർ അല്ലെങ്കിൽ ഒരു ടെന്നീസ് ബോൾ, കട്ടിയുള്ള ഒരു ഹാർഡായിട്ടുള്ള വസ്തുവിനെ കൂടെ നമുക്ക് കാലിൻ്റെ പ്ലാന്റാർ ഫേഷ്യ ഇതേപോലെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പ്ലാന്റാർ ഫേഷ്യ സ്ട്രെച്ച് ആവുകയും റിലീസ് ആവുകയും ചെയ്യുന്നുണ്ട്. അതേപോലെയുള്ള ഒരു മെത്തേഡാണ് ഐസ് ബോട്ടിൽ. ഐസ് ബോട്ടിൽ വെച്ച് നമ്മൾ റോൾ ചെയ്യുമ്പോൾ അവിടെയുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും കഴിയും. അതേപോലെ പ്ലാന്റാർ ഫേഷ്യക്ക് സ്ട്രെച്ചും കിട്ടും. അതുപോലെ തന്നെ അഡ്ജസൻ്റ് ആയിട്ടുള്ള കാഫ് മസിൽ, അതായത് നമ്മുടെ കാലിൻ്റെ മസിലും ഇതേപോലെ ടൈറ്റായി പോയിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമുക്ക് കാഫ് മസിൽസിൻ്റെ സ്ട്രെച്ചും ചെയ്യാൻ പറ്റും. നമുക്ക് സ്റ്റാൻഡിങ്ങിൽ ഇതേപോലെ കാഫ് മസിൽസിനെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ ഇരുന്നിട്ടാണെങ്കിൽ നമുക്കൊരു ഷോൾ ഉപയോഗിച്ചിട്ട്, ഒരു സപ്പോർട്ടീവായിട്ട് ഷോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കാഫ് മസിൽസിനെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. നമുക്കൊരു സ്റ്റെപ്പിൽ നിന്നിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ കാലിൻ്റെ പകുതി ഭാഗം പുറത്തേക്ക് ഇട്ടിട്ട് ഈ പിക്ചറിൽ കാണുന്ന പോലെ നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. അതേപോലെ ഹീൽ റൈസ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെച്ചിങ് കിട്ടും. അടുത്തത് വരുന്നത് സ്ട്രെങ്തനിങ് ആണ്. അതായത് നമ്മുടെ ഫുട്ട് മസിൽസിൻ്റെ സ്ട്രെങ്തനിങ് എക്സസൈസ് ആണ്. അത് ആദ്യം തന്നെ നമുക്കൊരു ടവൽ ഉപയോഗിച്ചിട്ട് സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യാൻ പറ്റും. ഇതിന് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സപ്പോർട്ടീവായിട്ടുള്ള ഫുട് വെയർ അല്ലെങ്കിൽ ആർച്ച് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഓർത്തോട്ടിക്സോ എന്തെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അതായത് നമ്മൾ കൂടുതലായിട്ട് സ്റ്റാൻഡ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സപ്പോർട്ടീവായിട്ടുള്ള ഫുട് വെയർ, അതായത് MCRൻ്റെ ചെരുപ്പോ അങ്ങനെ സപ്പോർട്ടീവായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫുട് വെയർ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ആർച്ച് കുറവായിട്ടുള്ള ഫ്ലാറ്റ് ഫൂട്ടായിട്ടുള്ളവരാണെങ്കിൽ ആർച്ച് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഓർത്തോട്ടിക്സ് ഉണ്ടാകും. ഇങ്ങനെയുള്ള ഓർത്തോട്ടിക്സ് നമ്മളെ ഫുട് വെയറിലേക്ക്, അതായത് ഷൂസിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് നമ്മുടെ പ്ലാന്റാർ ഫേഷ്യനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയും അതിൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കുകയും ചെയ്യുന്നു.
ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് നമുക്ക് ഈ മിക്ക ഹീൽ പെയിനും വീട്ടിൽ നിന്ന് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. താങ്ക് യു.